വിവാഹവേദിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എന്ത് അനിസ്ലാമികങ്ങളുണ്ടോ അതിനൊക്കെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഒന്ന് രക്ഷിതാക്കൾക്കാണ്. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് നിങ്ങൾക്കാണ്, മറ്റൊന്ന് മഹല്ലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾക്കാണ്, മറ്റൊന്ന് നാട്ടിലുള്ള ഖത്തീബിനാണ്. ഖത്തീബ് അയാളുടെ ആ ഖുത്ബയിൽ, വിവാഹ വേദിയിൽ നടത്തുന്ന ഖുത്ബയിൽ അയാൾ ആ അറബിയിൽ ആർക്കും തിരിയാത്ത ഭാഷയിൽ ഒന്ന് ചെവിയിൽ പറയുന്നതിന് പകരം ഒരു 10 മിനിറ്റ് എന്താണ് വിവാഹം, വിവാഹത്തിൻ്റെ പുണ്യം എന്താണ്, വിവാഹത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്ന് ഒന്ന് മലയാളത്തിൽ പറയുകയും അതിൽ നടത്തുന്ന അനിസ്ലാമികതയുടെ ഗൗരവം ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ യുവതലമുറ ഈ വിവാഹവേദിയെ ഇത്രയും മോശപ്പെട്ട രീതിയിൽ മലീമസമാക്കുകയില്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വിവാഹവേദിയിൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ കേൾക്കുന്നത് അൽഫാത്തിഹ വിളിയും ഒരു ദുആയും മാത്രമാണ്. അതിലപ്പുറത്ത് എന്ത് വിവാഹം, എന്താണ് വിവാഹം എന്ന് പുതിയൊരു ജനറേഷന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ പള്ളിയിലുള്ള ഖത്തീബുമാർ മനസ്സ് കാണിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ സത്യം. അതുപോലെ മഹല്ലിൻ്റെ നേതൃത്വങ്ങൾ ക്യാമ്പയിൻ നടത്തും, മഹല്ല് നേതൃത്വങ്ങൾ പ്രമേയം പാസ്സാക്കും. പക്ഷേ അവരെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ വീടുകളിലും അതുപോലെ നാട്ടിലെ മൂപ്പൻ്റെ വീടുകളിലും ഇത്തരം തോന്നിവാസങ്ങൾ നടക്കുമ്പോൾ കണ്ണടക്കുകയും പാവപ്പെട്ടവൻ്റെ വീട്ടിൽ നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും അതിനൊരു ആക്ഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാടുകളിൽ വ്യാപകമായി കാണുന്നു എന്നുള്ളൊരു സത്യമാണ്. ഇതുകൊണ്ടൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം തോന്നിവാസങ്ങൾ സമൂഹത്തിൽ വളർന്നു വരുന്നത്. നാം കണ്ണടക്കാൻ പാടില്ല. ബനൂ ഇസ്രായേലിലുള്ള പണ്ഡിതന്മാർക്ക് സംഭവിച്ച അബദ്ധം, അവർ സമ്പന്നന്മാരായ ആൾക്കാർ എന്ത് തെറ്റ് ചെയ്താലും അത് കണ്ണടക്കുകയും അതേ സ്ഥാനത്ത് സമൂഹത്തിലെ പാവപ്പെട്ടവൻ തെറ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുക ഒരു രീതിയായിരുന്നു ആ ബനൂ ഇസ്രായേലിലുണ്ടായിരുന്ന അതേ ഒരു രീതിയും അതേ ഒരു സംസ്കാരവും അതേ ചാണിന് ചാണായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള പണ്ഡിതന്മാർ അവർ പിൻപറ്റുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിവാഹവേദികൾ ഇത്രയും വൃത്തികെട്ട രീതിയിൽ അധപ്പതിച്ചു പോകാനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മഹല്ല് നേതൃത്വത്തോട് പറയാനുള്ളത്, നാട്ടിലുള്ള ഖത്തീബുമാരോട് പറയാനുള്ളത്, അതുപോലെ തന്നെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വിവാഹത്തിൻ്റെ വേദികൾ നമ്മുടെ പുതിയ ജനറേഷൻ അത് മലീമസമാക്കുമ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മഹല്ല് നേതൃത്വവും രക്ഷിതാക്കളും അതുപോലെ തന്നെ മഹല്ലിലെ ഖാളിമാരും അതിന് സന്നദ്ധരാകണം എന്ന് തന്നെയാണ്. എൻ്റെ നാട്ടിൽ ഇത്തരം തോന്നിവാസങ്ങൾ പാടില്ല എന്ന് പറയാൻ മഹല്ല് നേതൃത്വത്തിന് ആർജവമുണ്ടാകണം. എൻ്റെ മഹല്ലിൽ ഞാൻ അത്തരം വിവാഹത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയാൻ മഹല്ലിലെ ഖത്തീബിന് ആർജവമുണ്ടാകണം. ഇതിനെല്ലാം അപ്പുറത്ത് എൻ്റെ വീട്ടിൽ ഇത്തരം തോന്നിവാസങ്ങൾ പാടില്ല, നോ പറയാൻ ആർജവമുള്ള രക്ഷിതാക്കളായിരിക്കണം. എങ്കിലേ നമ്മുടെ സമൂഹം മാറുകയുള്ളൂ. അല്ലാതെ എൻ്റെ വീട്ടിൽ വിവാഹവേദികൾ തോന്നിവാസങ്ങൾ നടക്കുമ്പോൾ ഞാൻ അത് കണ്ണടക്കുകയും മറ്റുള്ളവൻ്റെ വീട്ടിൽ നടക്കുമ്പോൾ ഞാൻ അതിനെ വിമർശിക്കുകയും ചെയ്താൽ സമൂഹത്തിലൊരു മാറ്റമുണ്ടാവുകയില്ല എന്ന് ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിവാഹം എന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ആ ചര്യ, ആ മഹത്തായ ഒരു കർമ്മം അത് നമ്മൾ അനിസ്ലാമികതയിലേക്ക് കൊണ്ടുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തും.